ബുദ്ധിശാലി ശ്യാം. ശ്യാം പിന്നെ റാം എന്ന രണ്ട് ബുദ്ധിശാലികളായ കൂട്ടുകാർ ഉണ്ടായിരുന്നു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. എന്നാൽ പരസ്പരം മണ്ടന്മാരാക്കാൻ ശത്രുക്കളെ പോലെയുമായിരുന്നു. എന്നാലും അവരുടെ രണ്ടുപേരുടെയും സൗഹൃദം ഒരിക്കലും നശിച്ചു പോയിരുന്നില്ല. അവരുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് രണ്ടുപേരും വളരെ പ്രശസ്തരാണ്. എടാ ശ്യാം, നമുക്ക് ഇന്ന് ഒരു ഓട്ടപ്പന്തയം വെച്ചാലോടാ. ഒരുപക്ഷെ നീ ജയിച്ചാൽ നീ എന്നെ മരമണ്ടനെന്ന് വിളിച്ചോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഞാൻ ഉറപ്പായും ജയിക്കും. നീ എൻ്റെ അടുത്ത് തോൽക്കും. ശരി, വാ തുടങ്ങാം. ഹാ തുടങ്ങാം. എന്നാൽ എവിടെ വരെ ഓടണം? റാം തന്ത്രശാലിയാണ്. അവൻ എപ്പോഴും മത്സരം എങ്ങനെ വെക്കുമെന്നാൽ ആ മത്സരത്തിൽ അവൻ തന്നെ ജയിക്കുന്നത് പോലെ. കേട്ടോളൂ ശ്യാം, 1, 2, 3 പറയുമ്പോൾ ആര് ആ തേന്മാവിനെ 5 പ്രാവശ്യം ചുറ്റിക്കറങ്ങി വരുന്നുവോ അവരാണ് ഈ ഓട്ടപ്പന്തയത്തിന്റെ വിജയി. അത് ശരിയായി ചെയ്യുന്നത് ആരാണെന്ന് ഞാൻ നോക്കാം. ഗ്രാമജനങ്ങളെല്ലാം അത് കാണാനായി വന്നു. പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞതും മത്സരം ആരംഭിച്ചു. ഓടട ശ്യാമു, ഓട്. ഉറപ്പായും നീ മത്സരത്തിൽ ജയിക്കണം. ഓട്, വേഗത്തിലോട്, ഓടിക്കൊണ്ടേയിരിക്കേ. അവൻ ഇങ്ങനെ പറഞ്ഞ് ദൂരത്തിലുള്ള ഒരു തേന്മാവിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. എന്നാൽ റാം അടുത്തുള്ള ഒരു തേന്മാവിനെ 5 പ്രാവശ്യം ചുറ്റിക്കറങ്ങി വിന്നിംഗ് ലൈനിന്റെ അടുത്ത് വന്ന് നിന്നു. എന്നാൽ ശ്യാം ശ്വാസമടക്കിയോടി തിരിച്ചു വന്നപ്പോൾ കണ്ടു റാം അവിടെ തന്നെ നിൽക്കുന്നു. കണ്ടോ, ഞാൻ ജയിച്ചു, നീ തോറ്റു. മണ്ട, ഞാനാണ് ജയിച്ചത്. നീ തോറ്റുപോയി. കാരണം നിന്നേക്കാൾ വേഗത്തിൽ ഞാൻ മരം ചുറ്റി വന്നു. അതെങ്ങനാ? ഞാൻ നിന്നോട് തേന്മാവിനെ ചുറ്റി വരാൻ മാത്രമാണ് പറഞ്ഞത്. എന്നാൽ അത് ഏത് തേന്മാവാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല. അത് നീ ചോദിച്ചതും ഇല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ തേന്മാവിനെ തന്നെ ചുറ്റിക്കറങ്ങി ജയിച്ചു. ഇപ്പോ പറ, ആരാണ് ജയിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെയും മണ്ടനായോ? ഇതുപോലെ എപ്പോഴും റാം ശ്യാം മണ്ടനാണെന്ന് തെളിയിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം ശ്യാമിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ശ്യാം വിഷമത്തോടെ പോയി. ഈ രാമുവിനെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം. കുറച്ചു ദിവസത്തിനുള്ളിൽ ഗ്രാമത്തിൽ ഉത്സവം തുടങ്ങി. ജനങ്ങളെല്ലാം അമ്പലത്തിൽ ദൈവത്തെ കാണാനായി വന്നു. റാം ശ്യാമിനെ ഇത്തവണയും മണ്ടനാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. ഇവിടെ നോക്ക് ശ്യാം, ഭഗവാൻ കൃഷ്ണന് തൈരിൽ അഭിഷേകം ചെയ്യണം. നീ പോയി ഈ പാത്രത്തിൽ കുറച്ച് തൈരെടുത്തിട്ട് വാ. ശരി. പൈസ താ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. എന്താ ശ്യാം, പൈസയുണ്ടെങ്കിൽ നട്വർലാലിന് പോലും തൈര് കൊണ്ടുവരാം. നീ പൈസ മുടക്കാതെ കൊണ്ടുവന്നാൽ അപ്പോൾ ഞാൻ പറയാം നീ ഒരു മിടുക്കനാണെന്ന്. ഇവൻ എന്നെ പിന്നെയും മണ്ടനാക്കാൻ നോക്കുന്നല്ലോ. എനിക്ക് ഇവനെ മണ്ടനാക്കാൻ പറ്റിയ സമയം തന്നെ. ഇതാ റാം, ഞാൻ തൈര് കൊണ്ടുവന്നു. എന്താ ഇത്? ഇതിൽ തൈരില്ലല്ലോ. പാത്രത്തിൽ ഒന്നുമില്ല. എനിക്കെന്താ, കണ്ണ് കാണില്ലേ? തൈര് ദൈവത്തിൻ്റെ കയ്യിൽ പോയടാ. നീ എന്ത് മണ്ടത്തരമാ പറയുന്നത്? അത് എങ്ങനെ നടക്കും? ഈ പാത്രത്തിൽ കുറച്ച് തൈര് പോലും ഇല്ലല്ലോ. റാം, ഈ പാത്രത്തിൽ തൈരുണ്ടെങ്കിൽ കാണാമെങ്കിൽ അത് നഫ്രത് ലാലിന് പോലും കഴിക്കാൻ പറ്റും. കാണാത്ത തൈര് നീ ഒന്ന് തിന്നിട്ട് പറയടാ, അപ്പോൾ ഞാൻ നിന്നെ ബുദ്ധിശാലിയാണെന്ന് പറയാം. അവിടെയുള്ള ജനങ്ങളെല്ലാം കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ആദ്യമായി ശ്യാം റാം മണ്ടനാണെന്ന് തെളിയിച്ചു. ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.